ഫെഡറൽ ബാങ്കിന്റെ CSR ആക്ടിവിറ്റീസിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സ്ഥാപക ചെയർമാനായിട്ടുള്ള ഹോർമി സാറിനെയാണ്. ആലുവയ്ക്കടുത്ത് മൂക്കന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ച് വളർന്ന ആളാണ്. CSR പ്രോജക്റ്റൊക്കെ മാൻഡേറ്ററി ആക്കുന്നതിന് മുമ്പ് സാർ അന്നും ഒരുപാട് ഓരോ ഗ്രാമത്തിൻ്റെയും ഗ്രാമ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നൊരു വിഷൻ അന്നുണ്ടായിരുന്നു. ഹോർമി സാറിൻ്റെ പേരിൽ ഇവിടെ ഒരു KP ഹോർമീസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ ആ സൊസൈറ്റിയോടാണ് ബാങ്ക് ചോദിച്ചത് നിങ്ങൾ നടപ്പാക്കാനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഫെഡറൽ ബാങ്കിൻ്റെ മൂക്കന്നൂർ മിഷൻ എന്ന ഈ പ്രോജക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തത് 2023 ഒക്ടോബർ 18 അത് ഹോർമി സാറിൻ്റെ ജന്മദിനമാണ്. അതിൻ്റെ ആദ്യ പടിയായിട്ട് 2 കോടി രൂപ ഫസ്റ്റ് സ്റ്റേജിൽ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് അനുവദിച്ചു. മൂക്കന്നൂർ ഗ്രാമം ഇന്ത്യയിൽ തന്നെ ക്ലീനസ്റ്റ് വില്ലേജ് എന്നുള്ള രീതിയിലേക്ക് വളരണം. മൂക്കന്നൂരിൻ്റെ നെഗറ്റീവ് എലിമെൻറ്റ്സ് മാറ്റിയിട്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കത്തക്ക രീതിയിൽ പല കാര്യങ്ങളും നടപ്പാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഞങ്ങളുടെ ഒരു മനസ്സിലെ ധാരണയായിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചു കൊച്ചു വഴികളിൽ നിന്ന് ഇത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ റോഡുകളിൽ കൂടുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ആദ്യമേ തന്നെ ബാങ്കിൻ്റെ ചുമതലയിൽ വാങ്ങിച്ചു കൊടുത്തു. ഗ്രോ ബാഗ് അടക്കം എനിക്ക് 1-2 സാധനങ്ങൾ മിഷന്റെ ഭാഗമായി എനിക്ക് ലഭിക്കുകയുണ്ടായി. കർഷകൻ എന്ന നിലയിൽ ഒരുപാട് മുതൽക്കൂട്ടായൊരു സംഭവമാണ് ഇത്. 2 ബക്കറ്റ് ഉണ്ട്, ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ദ്രവരൂപത്തിലുള്ള വളവും അതുപോലെ തന്നെ ദ്രവരൂപത്തിൽ ഇതിൻ്റെ സ്ലറി കിട്ടുന്നതും വളരെ പ്രയോജനം. ഓരോ വീട്ടുകാർക്കും അവനവന് സ്വന്തമായിട്ട് സ്വല്പം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ വേസ്റ്റ് നിർമ്മാർജ്ജന ബക്കറ്റ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഷോപ്പിംഗ് ബാഗ്, നല്ല ക്വാളിറ്റിയുള്ള ജൂട്ടും കോട്ടണും മിക്സ് ചെയ്ത് ജൂക്കോ ബാഗ് ഈ പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മിക്കവാറും എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. വേസ്റ്റ് ജനറേഷൻ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ആവശ്യമുള്ള എല്ലാവർക്കും മെൻസ്ട്രുവൽ കപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ചുമ്മാ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഡോക്ടർ പവർ പോയിന്റ് പ്രസന്റേഷനിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് 3/4 മണിക്കൂറോളം ക്ലാസ് എടുത്ത് അവരെ ബോധവൽക്കരിച്ചതിന് ശേഷം കപ്പ് വിതരണം നടക്കുന്നു. അത് മിക്കവാറും ഒരു 80% തീർന്നിട്ടുണ്ട്. ഒരേക്കർ സ്ഥലത്ത് വിപുലമായി ഉള്ള പാർക്ക് KP ഹോർമീസ് മെമ്മോറിയൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അവിടെ ഷട്ടിൽ കോർട്ട് അടക്കമുള്ള ഒട്ടേറെ കായിക വിനോദങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വൈദ്യുതി ഇല്ലാത്ത മേഖലകളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് മൂക്കന്നൂരിൻ്റെ മലയോര ഗ്രാമങ്ങളിലൊക്കെ അത് വളരെ ഗുണകരമായ ഒരു പദ്ധതിയായിട്ട് എനിക്ക് തോന്നി. ഈ റോഡ് എന്ന് പറയുന്നത് ഒരു അന്തർ സംസ്ഥാന പാതയാണ്. ഇതിലൂടെ അതിരപ്പള്ളിക്ക് ടൂറൊക്കെ പോകുന്ന ആളുകൾക്ക് പോകുമ്പോൾ ഒരു ഇടയ്ക്ക് ഒരു ടേക്ക് എ ബ്രേക്ക് ആയിട്ട് ഇവിടെ കയറിയിരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള വെള്ളവും കുടിവെള്ളവും സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അലോപ്പതി ആശുപത്രി, ആയുർവേദ, ഹോമിയോപ്പതി, വെറ്റിനറി, ഈ 4 ആശുപത്രികളെയും സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തിന് മാസം തോറുമുള്ള ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ചെലവ് കുറയും. പഞ്ചായത്തിൻ്റെ ഹാള് ഞങ്ങൾ റെനോവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഹോർമീസ് മെമ്മോറിയൽ ഹാള്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു കുറച്ച് കാലം കൊണ്ട് ഈ ആളുകളുടെ ഒരു മനോഭാവത്തിൽ തന്നെ നല്ലൊരു മാറ്റം വന്നതായിട്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരുപാട് ഇത് കുറഞ്ഞിട്ടുണ്ട് മാലിന്യത്തിൻ്റെ ആ ഒരു തോതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സംസ്കാരം ഞങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ നല്ല ലക്ഷങ്ങൾ വിജയം കണ്ടു തുടങ്ങിയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഹോർമി സാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഹോർമി സാറിനോട് ആദരമായി ബാങ്ക് ചെയ്യുന്നതായിട്ടുള്ള ഈ നല്ല കാര്യങ്ങൾ കണ്ട് അദ്ദേഹം വളരെ കൃതാർത്ഥനായേനെ. ഇതിന് ഏറ്റവും കൂടുതൽ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ഞങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചും ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ഹോർമീസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അവരാണ് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി പരിശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ. നല്ലൊരു ടീം നമ്മുടെ കൂടെയുണ്ട്. ആ ടീം വളരെ സിൻസിയറായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പുതിയ MD ആൻഡ് CEO KVS മണിയൻ സാറ് വരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, അദ്ദേഹം ചാർജ് എടുത്ത് 23-ാം ദിവസം തന്നെ മൂക്കന്നൂർ സന്ദർശിച്ചു. പാർക്കും ജിമ്മൊക്കെ അദ്ദേഹം വന്ന് എല്ലാം കാണുകയും അതൊരു ഫോർമൽ ഇനോഗ്രേഷൻ നടത്തുകയും ചെയ്തു. പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളെല്ലാം തന്നെ
ഒന്നുകൂടി കാണാനും കൂടെയുള്ള സമയം അദ്ദേഹം കണ്ടെത്തി. പിന്നെ അതോടൊപ്പം തന്നെ നാട്ടുകാർ ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. നാട്ടുകാർ ഏറ്റെടുത്തൊരു പദ്ധതിയാണ്. അപ്പോൾ പഞ്ചായത്തോട് ഒത്തുചേർന്നിട്ടാണ് ഞങ്ങളിതെല്ലാം നടപ്പാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു നല്ലൊരു ടീമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ക്ലീൻ, ഗ്രീൻ ആൻഡ് ഹാപ്പി മൂക്കന്നൂർ എന്ന ഈ ഗ്രാമത്തെ മാറ്റുന്നതിന് സഹായിക്കുന്ന ഫെഡറൽ ബാങ്കിനും KP ഹോർമിസ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിക്കും മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മൂക്കന്നൂരിനെ ബാങ്ക് വിഭാവനം ചെയ്ത രീതിയിലുള്ള ഒരു മോഡൽ ഗ്രാമമാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ അടുത്ത ഘട്ടത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.